നമസ്തേ, എല്ലാവർക്കും ഡ്രീം എഡ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് കാ കേ കീയുടെ പ്രയോഗമാണ്. നമ്മുടെ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് കാ കേ കീ. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ പ്രയോഗമാണ്. കാ കേ കീൻ്റെ അർത്ഥം ഇൻ്റെ ഉടേ ഉള്ള എന്നാണ്. ഇൻ്റെ ഉടേ ഉള്ള മൂന്നിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. നമ്മൾ ലിംഗവചനമനുസരിച്ച്, അതായത് സ്ത്രീലിംഗം, പുല്ലിംഗം, ഏകവചനം, ബഹുവചനം ഇതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. രാം കാ ബേട്ട, രാമൻ്റെ പുത്രൻ. രാം കാ ബേട്ട. രാം കെ ബേട്ടേ, രാമൻ്റെ പുത്രന്മാർ. ബേട്ട എന്തായി മാറി? ബേട്ടയായി. കാ എന്തായി മാറി? കെ ആയി അല്ലേ? രാം കെ ബേട്ടേ, രാമൻ്റെ പുത്രന്മാർ. രാം കി ബേട്ടി, രാമൻ്റെ പുത്രി. രാം കി ബേട്ടിയാം, രാമൻ്റെ പുത്രിമാർ. ഇവിടെ ആദ്യത്തേൽ കാ വന്നു, രണ്ടാമത്തേൽ കെ വന്നു. അപ്പം രാം കാ ബേട്ട, രാമൻ്റെ പുത്രൻ. ഇവിടെ ബേട്ട എന്നുള്ളത് ഒരെണ്ണമാണ്, പുല്ലിംഗുമാണ്, ആണുമാണ് അല്ലേ? പുത്രൻ എന്നുള്ളത് രാം കാ ബേട്ട. അപ്പോൾ പുല്ലിംഗ ഏകവചനത്തിൽ, അതായത് ഏകവചന ശബ്ദത്തിൻ്റെ മുമ്പായിട്ട് കാ ചേർക്കുന്നു. പുല്ലിംഗ ഏകവചന ശബ്ദത്തിൻ്റെ മുമ്പായിട്ട് കാ ചേർക്കുന്നു. പുല്ലിംഗം ബഹുവചന ശബ്ദത്തിന് മുമ്പായിട്ട് കെ ചേർക്കുന്നു. ഇനി നോക്കൂ, രാം കി ബേട്ടി. ബേട്ടി സ്ത്രീലിംഗം ഏകവചനമാണ്, അതിൻ്റെ മുമ്പായിട്ട് കീ ചേർക്കുന്നു. അടുത്ത് ബേട്ടിയാം. ബേട്ടിയാം എന്നുള്ളടത്ത് പെൺകുട്ടികൾ, പുത്രിമാർ. പുത്രിമാരിൻ്റെ മുമ്പിൽ എന്ത് ചേർക്കുന്നു? കീ. സ്ത്രീലിംഗം ബഹുവചനത്തിലും ഏകവചനത്തിലും എന്ത് ചേർത്തിരിക്കുന്നു? കീ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? പുല്ലിംഗ ഏകവചന ശബ്ദങ്ങളുടെ മുമ്പിൽ കായെന്നും പുല്ലിംഗം ബഹുവചന ശബ്ദങ്ങളുടെ മുമ്പിൽ കെ എന്നും, പിന്നെ സ്ത്രീലിംഗ ഏകവചനത്തിലും സ്ത്രീലിംഗം ബഹുവചനത്തിലും കീ എന്നും ചേർക്കുന്നു. മനസ്സിലായോ? കാ കേ കീ. അതായത് രാമൻ്റെ, ഇവിടെ രാമൻ്റെ എന്നാണ് വന്നത്. രാം കാ ബേട്ട. ഈ മൂന്നിൻ്റെ അർത്ഥം ഇൻ്റെ ഉടേ ഉള്ളേ എന്നാണ്. മൂന്നിന് സെയിം അർത്ഥം തന്നെ. രാം കാ ബേട്ട, രാമൻ്റെ പുത്രൻ. രാമനുടേന്നോ രാമനുള്ളാന്നോ അവിടെ ചേർക്കില്ല, രാമൻ്റെ പുത്രൻ. നോക്ക്, രാം കേ ബേട്ടേ, രാമൻ്റെ പുത്രന്മാർ. അവിടെ ഇൻ്റെ വന്നപ്പോൾ ചേർത്തു. ഈ പുത്രന്മാർ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ കാ എന്തായി മാറി? കെ എന്നായി. രാം കി ബേട്ടി, രാമൻ്റെ പുത്രി. പുത്രി എന്ന് വന്നപ്പോൾ കീ ആയി. സ്ത്രീലിംഗം ഏകവചനം ആയതുകൊണ്ട്. ഇനി സ്ത്രീലിംഗം ബഹുവചനം വന്നപ്പോഴും കീ തന്നെ വന്നു. മനസ്സിലായോ? രാം കാ ബേട്ട, രാം കെ ബേട്ടേ, രാം കി ബേട്ടി, രാം കി ബേട്ടിയാം. അത് എല്ലാ ക്ലാസ്സിലെയും പാഠങ്ങളിലെല്ലാം ഈ കാ കേ കീ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും. പുല്ലിംഗ ഏകവചന ശബ്ദങ്ങളുടെ മുമ്പിൽ കായെന്നും പുല്ലിംഗം ബഹുവചന ശബ്ദങ്ങളുടെ മുമ്പിൽ കെ എന്നും സ്ത്രീലിംഗ ഏകവചനത്തിലും സ്ത്രീലിംഗം ബഹുവചനത്തിലും കീ എന്നും ചേർക്കുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ക്ലാസ് പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.